Hi students. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗിന് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗിന്റെ 4ാമത്തെ യൂണിറ്റ്, അതായത് ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗിന്റെ ഫസ്റ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ സെമസ്റ്റർ പഠിക്കുന്ന സെക്കൻഡാണ്. കഴിഞ്ഞ സെമസ്റ്ററിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതാണ് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ ഫസ്റ്റത്തെ യൂണിറ്റുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോർഷൻസ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എടുത്ത ക്ലാസ്സുകളെല്ലാം ഞാനിപ്പോൾ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ജസ്റ്റ് ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. സെക്കൻഡ് സെമസ്റ്റർ നഴ്സിംഗ് ട്യൂഷൻ 2023 എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങളുടെ ബയോകെമിസ്ട്രി ഫസ്റ്റ് യൂണിറ്റിൻ്റെ എല്ലാ ക്ലാസ്സുകളും, ന്യൂട്രീഷൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ ന്യൂട്രീഷൻ അപ്ലോഡ് ചെയ്ത് അതിൽ ആഡ് ചെയ്തിട്ടില്ല, ഞാനത് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫണ്ടമെന്റൽസിൽ ഓൾറെഡി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, എസ് എ ടോപ്പിക്സുകൾ, 5 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങൾ ആ ക്ലാസ്സുകളെല്ലാം കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഇതുവരെ പഠിപ്പിക്കാത്ത പോർഷൻസ്, നല്ല ജലദോഷമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പഠിപ്പിക്കാത്ത പോർഷൻസ് ഞാൻ നിങ്ങൾക്കത് കവർ ചെയ്ത് പോകുന്നതാണ്. അതിനൊപ്പം തന്നെ ഓരോ യൂണിറ്റും ഞാൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എക്സാമിന് ഏത് തരത്തിലാണ് ആ ഓരോ യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളോട് ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം ഇനി നമ്മൾ ഇതുവരെ മുന്നേ എടുത്ത ചാപ്റ്റേഴ്സിൽ അത് മെൻഷൻ ചെയ്യാതെ പോയിട്ടുള്ളതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് അവർ പോർഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാം, 10 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, ഇനി മുതൽ 1 മാർക്ക് ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇൻ അവർ നഴ്സിംഗ് കരിയർ ഓൾസോ ദിസ് ചാപ്റ്റർ ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ്, ദിസ് ടോപ്പിക് ഹാവ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുകയും വേണം. ബട്ട് ഇറ്റ് ഇസ് സിമ്പിൾ, വെരി സിമ്പിൾ ടു സ്റ്റഡി. യു ഷുഡ് മേക്ക് എ സ്റ്റോറി, ദാറ്റ്സ് ഓൾ. ഓക്കെ, അല്ലാതെ കാണാതെ വാല്യൂസോ പ്രോസസ്സോ അങ്ങനെ ഒന്നും പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റുമാണ്. കമ്മ്യൂണിക്കേഷൻ, അതാണ് ടോപ്പിക്കിൻ്റെ പേര്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ ഈ ഒരു ടോപ്പിക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുമ്പോൾ 10 മാർക്ക് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആസ്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ ആൻഡ് മോറോവർ ദേ ആസ്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് as well as 2 മാർക്ക് ക്വസ്റ്റ്യൻ, 2-3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ഇറ്റ് കെയിം. ഓക്കെ, സോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ്. MCQ ക്വസ്റ്റ്യൻസും അതുപോലെ എഴുതാനൊക്കെ ഒരുപാട് വാചകങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചില ടോപ്പിക്സ് നമുക്ക് അത്രയും ലെങ്തി ആയിട്ട് എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഷോർട്ട് നോട്ട്സിലോട്ട് പോകാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഷോർട്ട് നോട്ട്സ് ഞാൻ ഈ വീഡിയോ തന്നെ തരുന്നുണ്ട്. ഒപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്സും കൂടെ ഒന്ന് വായിച്ച് ഒപ്പം നമുക്ക് ഷോർട്ട് നോട്ട്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പെൻഡിങ് ആയിട്ടുള്ള, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സുകളിൽ ഏതെങ്കിലും നിങ്ങൾ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപഠിക്കാൻ വേണ്ടി മറന്നു പോകരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസോ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങളിത് പോർഷൻ പഠിച്ചു തീർത്തോ, എനിക്ക് വേറെ ഒരു പുകഴ്ത്തിയുള്ള വാചകങ്ങളൊന്നും എനിക്ക് കേൾക്കണമെന്ന് താല്പര്യമില്ല. നിങ്ങളിത് പഠിച്ചോ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയോ, ഇത്ര മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അത് നിങ്ങളൊന്ന് ജസ്റ്റ് മെസ്സേജസിൽ മെൻഷൻ ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരം. നിങ്ങൾ എത്രത്തോളം സമയം കാണുന്നു എന്നുള്ളത് കാണുമ്പോഴത്തേക്ക് എനിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇത് യൂസ് ചെയ്ത് പഠിക്കുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് എനിക്കൊരു സന്തോഷവും എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു ഉത്സാഹവും തോന്നും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ എം മോട്ടിവേറ്റിംഗ് യു, യു ഷുഡ് മോട്ടിവേറ്റ് മീ ഓൾസോ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കമ്മ്യൂണിക്കേഷൻ, ഇത് നിങ്ങളുടെ നഴ്സിംഗിന്റെ സിലബസ് ആണ്, കമ്മ്യൂണിക്കേഷന്റെ സിലബസ് ആണ്. കമ്മ്യൂണിക്കേഷനിൽ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുണ്ട്, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാനുണ്ട്, പ്രോസസ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ, എവറിത്തിങ് ദീസ് ഓരോ ടോപ്പിക്സും ലെവൽസും എലമെന്റ്സും പ്രോസസ്സും ടൈപ്സും ഓരോ ടോപ്പിക്സ് എക്സാമിൻസിന്റെ പല അവിടെ ചോദിച്ചിട്ടുള്ളതാണ്. മെത്തേഡ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അനദർ 5 മാർക്കിന് 10 മാർക്ക് ക്വസ്റ്റ്യൻ, ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓർ നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ്, അതാണ് നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ്, അതിൻ്റെ പർപ്പസസും ഫേസസും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് എഫക്റ്റീവ്ലി വിത്ത് പേഷ്യൻ്റ്, ഫാമിലി ആൻഡ് ടീം മെമ്പേഴ്സ്, ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ബാക്കി ഇത്രയും പോർഷൻസ്, ഈ പറഞ്ഞ ഇത്രയും പോർഷൻസ്, മുകളിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും
എക്സാംസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള തെളിവ് ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക്. പ്രീവിയസ് ഇയേഴ്സിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, എസ് എ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, write the types of communication and explain the methods of effective communication. Very very important. Communication definition ചോദിച്ചിട്ടുണ്ട്, types of communication ചോദിച്ചിട്ടുണ്ട്, techniques അല്ലെങ്കിൽ methods of communication അതും explain ലിസ്റ്റ് ഔട്ട് ചെയ്യുക, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ സെയിം യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ദ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ട് പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെ ഫാക്ടേഴ്സ്, അത് 10 മാർക്കിന്റെ എസ്സേ ആയിരുന്നു. അതുപോലെ അടുത്തതാണ് ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, മെൻഷൻ ദ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ്സ് ഓഫ് എഫക്റ്റീവ്. ദിറ്റ് ഈസ് ടെക്നിക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ടെക്നിക് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, define communication, describe the elements of communication, explain factors influencing communication. ഇതെല്ലാം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ പലതരത്തിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ, ഫേസസ് ഓഫ് ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ്, ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ 10 മാർക്കിന് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഫേസസ് ഓഫ് ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് മാത്രം പറഞ്ഞിട്ടും 5 മാർക്കിന് ചോദിച്ചില്ല. ഫേസസ് ഓഫ് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടും 10 മാർക്കിന് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ നോക്കിയ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, 6 എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, അതായത് എലമെന്റ്സ്, പ്രോസസ്സിലെ എലമെന്റ്സ് അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ 5 മാർക്കാണ്. നെക്സ്റ്റ്, ഫേസസ് ഓഫ് നഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് 5 മാർക്ക്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 5 മാർക്ക്, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ 5 മാർക്കും ചോദിക്കാം, 2 മാർക്കും ചോദിക്കാം, ഡിഫറൻസ് ബിറ്റ്വീൻ. ഫോർ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് 2 മാർക്ക്. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേഷൻ 2 മാർക്ക്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിക്കേഷൻ, ജസ്റ്റ് ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. 6 ഫാക്ടേഴ്സ് ആണ് ചോദിക്കുന്നത്, 2 മാർക്ക്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ ഷോർട്ട് നോട്ട്സ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അതിന് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. ഓക്കെ, it will be lengthy only, but you should read that. So I thought I will read something from here. Okay, just see here. I'll go ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പോകും. കാരണം ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ, ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതിയാവും. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ക്രിട്ടിക്കൽ സ്കിൽ ഫോർ നഴ്സിംഗ്. അതായത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നഴ്സസ് എന്ന് പറയുമ്പോൾ വളരെ അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ്. ക്രിട്ടിക്കൽ സ്കിൽ എന്ന് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പേഷ്യൻ്റ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ പറയുന്നത് പേഷ്യൻ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നഴ്സിംഗ് കെയർ, ഗുഡ് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ പ്രോസസ് വൈ വിച്ച് humans meet their survival needs, build relationship, experience emotions. In nursing, communication is a dynamic process used to gather assessment data, to teach, persuade, and to express caring and comfort. It's an integral part of helping relationship. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പേഷ്യൻസിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാനും, പേഷ്യൻസിൻ്റെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും, പേഷ്യൻ്റെ കെയർ കൊടുക്കാനും, കംഫേർട്ടിന് വേണ്ടിയിട്ടും എന്തിനും എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം. ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് പാസേജസ് ഒന്ന് വായിച്ചു വിടാം. ദ ടേം കമ്മ്യൂണിക്കേഷൻ ഹാസ് വേരിയസ് മീനിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് യൂസ്ഡ്. ടു സം കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഇന്റർചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. ഡെഫിനിഷൻ, ഇതൊരു ഡെഫിനിഷനാണ്, ഇത് നിങ്ങൾക്ക് പഠിക്കാം. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഇന്റർചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more people. In other words, the exchange of ideas or thoughts. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഇന്റർചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more people. In other words, it's the exchange of ideas or thoughts between 2 or more people. Communication means ഇന്റർചേഞ്ച്, ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. 2 പേര് തമ്മിലോ അല്ലെങ്കിൽ 2 കൂടുതൽ ആളുകൾ തമ്മിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ തോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്? ടോക്ക് ചെയ്യാറുണ്ട്, ലിസണിങ് യൂസ് ചെയ്യാറുണ്ട്, റൈറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്, റീഡിങ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, മറ്റൊരാൾ പറയുന്നത് കേട്ടിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, വായിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള മെത്തേഡ്സിലൂടെ യൂസ് ചെയ്യുന്നു. ഹവർ, എന്നാലും വേറെന്തൊക്കെയുണ്ട്? പെയിന്റിങ്,
dancing, storytelling are method. അതും എന്ത് തന്നെയാണ്? It's a method of communication തന്നെയാണ്. In addition, thoughts are expressed to others not only by spoken or written words but also by gestures and body action. അതായത് നമ്മൾ എഴുതിയും സംസാരിച്ചും മാത്രമല്ല നമുക്ക് കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ആക്ഷൻസ്, ഇതെല്ലാം വഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. Communication may have a more personal connotation than the interchange of ideas or thoughts. It can be transmission of feelings or more personal and social interaction between people. Communication എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സിംഗ് ഫീൽഡ് മാത്രമല്ല, അല്ലാതെ എല്ലാ ജീവജാലങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടല്ലേ. ഐഡിയാസും തോട്ട്സും എക്സ്ചേഞ്ച് ചെയ്യുന്നത് മാത്രമല്ലാതെ ഫീലിങ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുക, പേഴ്സണൽ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക, സോഷ്യലായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, ഇതെല്ലാം എന്തിലൂടെ നടക്കുന്നുണ്ട്? കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്നുണ്ട്. One member of couple comments that the other is not communicating. Some teenagers complain about generation gap, being unable to communicate with understanding or feelings to a parent or authority figure. അതായത് ഞാനെല്ലാം വായിക്കുമെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് മാത്രം ഞാനിവിടെ പറയുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാം. അത് നിങ്ങൾക്ക് വേണ്ട, ജസ്റ്റ് കേട്ടിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇൻട്രൊഡക്ഷൻ ഒരു ജസ്റ്റ് ഡെഫിനിഷനുമാണ് ഞാനിവിടെ പറഞ്ഞത്. അത്ര നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ്, സംടൈംസ് എ ക്ലയന്റ് മേ സേ ദാറ്റ് എ നഴ്സ് ഈസ് എഫിഷ്യൻറ്റ് ബട്ട് ലാക്കിംഗ് ഇൻ സംതിങ് കോൾഡ് ബെഡ് സൈഡ് മാനർ. അതായത് ചില സമയത്ത് ക്ലയന്റ് പറയാറുണ്ട് എന്തെന്ന്, അതായത് ആ നേഴ്സ് വളരെ എഫിഷ്യൻ്റ് ആണ്, ബട്ട് ചില കാര്യങ്ങളിൽ അവിടെ ബെഡ് സൈഡ് മാനർ പോലുള്ള ചില കാര്യങ്ങൾ അവിടെ ലാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. ഇതുപോലെ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഞാനിത് താഴോട്ട് വന്ന് വായിക്കാം, കേട്ടിരിക്കാം. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ഈസ് എനി മീൻസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ or feelings between two or more people. It's a basic component of human relationship including nursing. Nursing ഉൾപ്പെടെയുള്ള എല്ലാ ഹ്യൂമൻ റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The intent of any communication is to obtain a response. അതായത് പ്രധാനമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്? ഇറ്റ്സ് ഒബ്റ്റെയിൻ എ റെസ്പോൺസ്, ഒരു പ്രതികരണം കിട്ടുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം. Thus communication is a process. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ത് പറയുന്നു? ഇറ്റ് ഈസ് എ പ്രോസസ്. ഓക്കെ, പ്രോസസ്സ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടണം. എന്നാൽ അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുക? അതിനെ എന്ത് പറയുന്നു? ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നു. ഇറ്റ് ഹാസ് ടു മെയിൻ പർപ്പസ്. മെയിനായിട്ട് കമ്മ്യൂണിക്കേഷന് എത്ര പർപ്പസ് ഉണ്ട്? 2 പർപ്പസ്. എന്തൊക്കെയാണ്? ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്, ഒന്ന് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, രണ്ടാമത്തത് ടു ഗെയിൻ ഇൻഫർമേഷൻ. പ്രധാനപ്പെട്ട 2 പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പർപ്പസ് ഉണ്ട് കമ്മ്യൂണിക്കേഷന്, എന്നാൽ പോലും ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് പറഞ്ഞാൽ ഒന്ന് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഒന്ന് മറ്റുള്ളവരിൽ നിന്നും ഇൻഫർമേഷൻ നേടുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഹെൽപ്ഫുൾ ഓർ അൺഹെൽപ്ഫുൾ. അതായത് കമ്മ്യൂണിക്കേഷൻ എല്ലാ സാഹചര്യങ്ങളിലും ഹെൽപ്ഫുൾ ആകണമെന്നില്ല, ചിലപ്പോൾ അത് അൺഹെൽപ്ഫുള്ളും ആകാം. ഇതോ നെക്സ്റ്റ് നമുക്കതൊന്ന് വായിക്കാം. അത് നമുക്ക് പിന്നെ പറഞ്ഞ എന്താ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഹെൽപ്ഫുള്ളും ആകാം അൺഹെൽപ്ഫുള്ളും ആകാം അല്ലേ. The former encourages sharing of information, thoughts or feelings between 2 or more people. The later hinders or blocks the transfer of ഇൻഫർമേഷൻ ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് താഴോട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടെ ഒന്ന് വായിക്കാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതൊന്നും വായിച്ച് നിങ്ങൾ ടെൻഷൻ അവിടെ ആവശ്യമില്ലാത്ത വായിക്കുന്നൊന്നും തോന്നരുത്. കാരണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. വാട്ട് ഈസ് മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യകത എന്താണ്, ഇതൊക്കെ നിങ്ങൾ അറിയണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു 10 മാർക്കിൻ്റെ എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, the nurses who communicate effectively are better able to collect assessment data, initiate intervention, evaluate outcomes of the intervention, initiate change that promotes health and prevent safety and legal. This is important one. You can read this, you can point out this one, because while you are writing essays, no, you can add this point. Nurses nursingകളുടെ എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത? നഴ്സസ് who communicate effectively, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തിനാണ് കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം? ടു കളക്ട് അസസ്മെൻറ്റ് ഡേറ്റ. കാരണം പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ അവിടെ വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഷ്യൻ്റ് ആൻഡ് പേഷ്യൻ്റ് റിലേറ്റീവ്സ് ആൻഡ് initiate intervention to start some care, nursing care. While giving nursing care, we have to communicate with the patient and patient relatives. We have to communicate with our healthcare team. Okay, and we have to evaluate, initiate changes in promotes health, അതുപോലെ safety,
ലീഗൽ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇതിനെല്ലാം എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം. ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് ബിൽറ്റ് ഓൺ എ ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. എപ്പോഴാണ് നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമുക്ക് അവരിൽ ഒരു വിശ്വാസ്യത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. Effective communication is essential for establishment of nurse-client relationship. അപ്പോൾ നമുക്ക് അടുത്തൊന്ന് നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് പോയിന്റ്സ് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഒക്കർ ഓൺ എ ഇന്റർപേഴ്സണൽ ലെവൽ വിത്തിൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് ലെവൽ. അതായത് രണ്ട് തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഇൻട്രാപേഴ്സണൽ ലെവലിൽ നടക്കാം, അതൊന്ന് ഇന്റർപേഴ്സണൽ ലെവലിൽ നടക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലെവലിൽ നടക്കാം. ഓക്കെ, അപ്പൊ ഇൻട്രാപേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ടു വേർഡ് മീനിങ് ഓർത്തിരിക്കുക. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യു ഹാവ് വിത്ത് യുവർ സെൽഫ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സെൽഫ് ടോക്ക്. നമ്മൾ സ്വയം നമ്മളോട് തന്നെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ വരുമ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്, മെസ്സേജ് റിസീവ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ്. അതാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻട്രാപേഴ്സണൽ. Okay, it involves like thinking about the message before it is sent, while it is being sent, and after it's sent, and it occurs constantly. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അയക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുക. അതിനെയാണ് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോൺസിക്വൻ്റ്ലി ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫിയർ വിത്ത് പേഴ്സൺസ് എബിലിറ്റി ടു ഹിയർ എ മെസ്സേജ് ആസ് ദ സെൻഡർ ഇന്റൻഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്, ഇതൊന്ന് നോക്കുക. അതായത് സ്റ്റുഡൻറ് നേഴ്സ് സെൽഫ് ടോക്ക്. അതായത് സ്റ്റുഡൻറ് നേഴ്സ് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു. I hope my client assignment turns out okay today. I'm afraid of difficult clients. I have to show my instructor I can perform a sterile dressing changes. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ ഇന്ന് അവിടെ പോകണം, ഇന്ന് ഇത് ചെയ്യണം, ഞാനിത് ചെയ്യണം, അവിടെ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ സ്വയം ചിന്തിക്കുന്നു. അതിനെയാണ് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലയന്റ് ഒരു മനസ്സിൽ സ്വന്തമായിട്ട് ചിന്തിക്കുക. I don't know why my daughter has not called it. അല്ലെ I have so much on my mind. I wonder if I have cancer. I didn't sleep and I feel so irritable. ഇതുപോലെ പേഷ്യന്റ് സ്വയം ചിന്തിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലിയർ? വാട്ട് ഈസ് മീൻ ബൈ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നമുക്ക് അതിൻ്റെ സ്ലൈഡിലുള്ള ഇൻട്രൊഡക്ഷൻസ് ഒന്ന് ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്, നഴ്സിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ഒറിജിനേറ്റ്സ് ഫ്രം ദ കമ്മ്യൂണിസ്, എ ഗ്രീക്ക് വേർഡ് കോൾഡ് കമ്മ്യൂണിസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ഡെഫിനിഷൻ. It's very important. 10 മാർക്കിന്റെ എസ്സേയിൽ എല്ലാം ഡെഫിനിഷൻ വേണം. ഇറ്റ്സ് എ മീൻസ് ഓഫ് പെർസുവേഷൻ ടു ഇൻഫ്ലുവൻസ് ദ അതേഴ്സ് ഫോർ ദാറ്റ് ഡിസൈഡ് എഫക്ട്. അത് വേണ്ട, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതാണിത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഡൈനാമിക് റെസിപ്രോക്കൽ പ്രോസസ് ഇൻ വിച്ച് മെസ്സേജസ് ആർ സെൻഡ് ആൻഡ് റിസീവ്ഡ് ബിറ്റ്വീൻ പീപ്പിൾ. അതായത് ആളുകൾ തമ്മിൽ മെസ്സേജസ് അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതില്ലെങ്കിൽ മറ്റൊരു നല്ലൊരു ഡെഫിനിഷനാണ് ഇത്. 2 മാർക്കിനൊക്കെ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് 2 or more people exchange ideas, facts, feelings or impressions in ways that each gains a common understanding of meaning, intent and use of a message. It's very simple message definition. You can step by heart this one. Okay, നെക്സ്റ്റ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ലെവൽസ് ആണ്. അതിനകത്ത് വരുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഇൻട്രാപേഴ്സണൽ? മീൻസ് സെൽഫ് ടോക്ക് ഓർ സെൽഫ് ഇൻസ്ട്രക്ഷൻ. ഞാൻ അത് ചെയ്യണം, ഞാൻ ഇത് ചെയ്യണം, അതെങ്ങനെയായിരിക്കും എന്ന് സ്വയം ചിന്തിക്കുക. അങ്ങനെ സെൽഫ് ഇൻസ്ട്രക്ട് ചെയ്യും, സെൽഫ് ടോക്ക് ചെയ്യുക. അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ പറയുന്നത് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. Interpersonal means between 2 people or in a small group or face-to-face communication, interaction between 2 people or in a small group or face-to-face communication is known as interpersonal communication. Then what is meant by group communication? Interaction among several people. It's a group of people communicating. That type of communication is known as group communication. For example, small group communication,
one to group communication, മാസ് കമ്മ്യൂണിറ്റി, അതായത് ഒരു സ്മോൾ ഗ്രൂപ്പ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരു വലിയ ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പ് മാസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് 3 തരത്തിൽ വരുന്നു. ഇതാണ് ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ അതിനകത്ത് ചില സ്ഥലങ്ങളിൽ ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിരുന്നു. അങ്ങനെ ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്: ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് ചേർന്നിരുന്നത് വിത്തിൻ എ ഫോർമൽ ഓർ ഇൻഫോർമൽ ഗ്രൂപ്പ്, ഡിസിഷൻസ് മേക്കിംഗ്, problem solving, discussion within the organization like a small group communication. ഇനി ഒരു ഇൻസ്ട്രക്ടർ ഇവിടെ നിന്നുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പിന് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് 1-to group communication എന്ന് പറയും. സ്പീക്കർ ഹൂ സീക്സ് ടു ഇൻഫോം, പെർസ്വേഡ് ഓർ മോട്ടിവേറ്റ് ദ ഓഡിയൻസ്. ഒരു വലിയ ഓഡിയൻസിനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു സ്പീക്കർ സംസാരിക്കുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ് 1-to group communication. Okay, next it's like mass communication means like radio, TV, film, newspaper, electronic or printed transmission of messages to the public through the TV, radio, film, etc. is called mass media communication. ഇത് മൂന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ്സ് മോർ ദാൻ ഇനഫ് കമ്മ്യൂണിക്കേഷൻ ലെവൽസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എലമെന്റ്സ്, അല്ലെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. രണ്ടായാലും ഒന്ന് തന്നെയാണ് ആൻസർ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് പഠിക്കാം. ഇവിടെ നമ്മൾ നോക്കുക കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അതായത് ഒരു മെസ്സേജ് ഒരാളിൽ നിന്നും അടുത്ത് എത്തിച്ചേരേണ്ട ആളിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ഫീഡ്ബാക്ക് ആദ്യം സെൻഡ് ചെയ്ത ആളിലോട്ട് തിരിച്ചെത്തുന്നു. ഇതുവരെയുള്ള ടോട്ടൽ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാം, അതിനുശേഷം ഷോർട്ട് നോട്ട്സിലോട്ട് പോകാം. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എ സെൻഡർ. ആരൊക്കെയാണ് ഈ പറയുന്നത്? എലമെന്റ്സ് ആണ് കേട്ടോ. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എലമെന്റ്സ് ആണ് എഴുതാനുള്ളത്. എ സെൻഡർ, എ മെസ്സേജ്, എ റിസീവർ and a response or feedback. റെസ്പോൺസിനെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് എന്ന്. These are the elements of communication process. Face to face communication or communication process involves a sender ഉണ്ടാകും, ഒരു മെസ്സേജ് ഉണ്ടാകും, ഒരു റിസീവർ ഉണ്ടാകും, ഒരു റെസ്പോൺസ് ഉണ്ടാകും, അല്ലെങ്കിൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഈ ഒരു പിക്ചറിനകത്ത് നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ പറ്റും. അതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ സെൻഡർ ഉണ്ട്, ഇവിടെ റിസീവർ ഉണ്ട്. അതായത് സെൻഡർ മീൻസ് ഹൂ സെൻഡ്സ് മെസ്സേജ്, റിസീവർ മീൻസ് ഹൂ റിസീവ്സ് മെസ്സേജ്, and what is we are sending, that is message, in which medium we are sending, that is channel, and what response we are getting from receiver to sender, that is response or feedback. Okay, this is the diagram of communication process. Here is a sender, and here is a message, here is a receiver, and again here is a feedback. Okay, total this process is known as communication process. These parts are known as elements of communication. In its simplest form, communication is a two-way process. Okay, it's one word ചോദിക്കാവുന്നതാണ്. So one way or two way, it's a two-way process involving sending and receiving a message, because the intent of communication to elicit a response. The process is ongoing. The receiver of the message then becomes the center of a response. അതായത് ആദ്യം ഇവിടെ സെൻഡർ മെസ്സേജ് ചെയ്യുന്നു, ആ മെസ്സേജ് ഇവിടെ റിസീവർ സ്വീകരിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് അഗെയിൻ റെസ്പോൺസ് സെൻഡ് ചെയ്യുമ്പോൾ ദിസ് റിസീവർ ബിക്കം സെൻഡർ. റിസീവർ എന്തായി മാറും? വീണ്ടും അയാൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ ദ റിസീവർ ബിക്കം സെൻഡർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എലമെന്റ്സുകൾ ഓരോന്നായിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന ആരാണ്? സെൻഡർ. ഓക്കെ, നിങ്ങൾ ഹെഡിങ് ആയിട്ട് എഴുതാണ്ട് 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയാലും 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയാലും സെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ദ സെൻഡർ, എ പേഴ്സൺ, എ ഗ്രൂപ്പ് who wishes to communicate a message to another. ഒരാള്, ആ ആള് എന്തിനു ഇഷ്ടപ്പെടുന്നു? മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയാണ് പറയുന്നത് സെൻഡർ എന്ന്. ഇറ്റ്സ് കൺസിഡർഡ് ആസ് ദ സോഴ്സ് എൻകോഡർ എന്നും പറയാം. അപ്പൊ ആരെയാണ് സോഴ്സ് എൻകോഡർ എന്ന് വിളിക്കുന്നത്? സെൻഡറിനെയാണ്. This term suggests that the person or group sending the message must have an idea or reason for communicating and must put the idea or feeling into a form that can be
ട്രാൻസ്മിറ്റഡ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് കാര്യമാണോ മറ്റൊരു വ്യക്തിയെ അറിയിക്കാനുള്ളത് അതൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മീഡിയത്തിലോട്ട്, ഒന്നിൽ ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ ഒന്നുകിൽ റിട്ടൺ, അല്ലെങ്കിൽ എന്താ പറയുക വെർബൽ, അല്ലെങ്കിൽ ആക്ഷൻസ്, അല്ലെങ്കിൽ സിമ്പിൾസ്, ഇതിലേത് മീഡിയത്തിലാണോ നമ്മൾ അയക്കേണ്ടത് ആ രൂപത്തിലോട്ട് ആ ഇൻഫർമേഷനെ കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പൊ എൻകോഡിങ് ചെയ്യുന്നത് ആരാണ്? മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആള്. ഇവിടെ തന്നെ ഞാനിവിടെ എന്താ ചെയ്യുന്നത്? എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം മേക്കിംഗ് നോട്ട്സ്, അല്ലെ? ഞാൻ വെർബലി യൂസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഐ എം വെർബൽസ് അല്ലെങ്കിൽ റിട്ടേൺ നോട്ട്സ് ഓൾസോ ഐ എം പ്രിപ്പയറിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് സം ഇൻഫർമേഷൻസ് ടു യു പീപ്പിൾ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ വെർബൽ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, റിട്ടേൺ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഐഡിയ, എൻ്റെ മനസ്സിലുള്ള ഐഡിയ ഞാൻ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് ഇൻവോൾവ്സ് ദ സെലക്ഷൻ ഓഫ് സ്പെസിഫിക് സൈൻസ് or symbols to transmit message, such as a language or words to use, how to arrange the words, and a tone of the voice, gestures, അതായത് ഏത് സംസാര രീതി ഉപയോഗിക്കണം, ഏത് ലാംഗ്വേജ് യൂസ് ചെയ്യണം, ഏത് രീതിയിൽ സംസാരിക്കണം, എന്തൊക്കെ ആക്ഷൻസ് യൂസ് ചെയ്യണം, ഏത് ടോൺ ഓഫ് വോയിസ് ആണ് യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആ രീതിയിലോട്ട് ഞാൻ ഏത് സിമ്പിൾ യൂസ് ചെയ്യണം, സയൻസ് യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ ആണ് എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് ചെയ്യുന്നത് ആരാണ്? സെൻഡർ ആണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വായിക്കാം, അപ്പോൾ ക്ലിയർ ആവും. If receiver speaks English, the sender usually selects English words. അതായത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഐ വിൽ സെലക്ട് ദ വേർഡ്സ് ഫ്രം ഇംഗ്ലീഷ് ലാംഗ്വേജ്, അല്ലെ? ഇംഗ്ലീഷ് വേർഡ്സ് ആണ് ഇവിടെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. ഇഫ് ഐ വോണ്ട് ടു ടോക്ക് ഇൻ മലയാളം, വാട്ട് ഐ വിൽ യൂസ്? ഐ വിൽ യൂസ് മലയാളം വേർഡ്സ്, അല്ലെ? അത് ഏത് ലാംഗ്വേജ് സംസാരിക്കണമെന്നത് സെലക്ട് ചെയ്യുന്നു. മിസ്റ്റർ ജോൺസൺ, യു ഹാവ് ടു വെയിറ്റ് അനദർ അവർ for your pain medication. The tone of medication selected and a shake of the head can be reinforced. അതായത് മിസ്റ്റർ ജോൺസൺ എന്ന് പറഞ്ഞൊരു ദേഷ്യത്തിനാണ് ഇല്ല, നമുക്ക് അവരോട് വളരെ കൂളായിട്ടാണ് സംസാരിക്കേണ്ടത്. ആ കൂളായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസിൽ, നമ്മൾ ടോൺ ആയിട്ടുള്ള വോയിസിൽ, അവർക്ക് ഏത് ഭാഷയാണോ ലാംഗ്വേജ് ആണോ മനസ്സിലാകുന്ന ആ ഭാഷയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് അവരെ അറിയിക്കുന്നു. ഓക്കെ, the nurse must not only deal with the dialects and foreign language but also cope with the two language levels, പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് പ്രൊഫഷണൽ, അല്ലേ? അതായത് ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ ലാംഗ്വേജ് മാത്രമല്ല അവിടെ യൂസ് ചെയ്യാൻ വരുന്നത്. കാരണം നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റ് എല്ലാവരും ലിറ്ററേറ്റ് ആയിരിക്കണമെന്നില്ല. ലിറ്ററേറ്റ് അല്ലാത്തവരോട് നമ്മൾ ലേ പേഴ്സൺ ലാംഗ്വേജിലും സംസാരിക്കേണ്ടി വരും. ഓക്കെ, നോർമൽ കൂൾ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്ന രീതിക്ക്, അവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് നമ്മൾ ആ ഇൻഫർമേഷൻ കൺവേർട്ട് ചെയ്ത് അവർക്ക് ഷെയർ ചെയ്യുന്നു. സോ ദാറ്റ് ടൈം ദാറ്റ് പേഴ്സൺ ഈസ് നോൺ ആസ് സെൻഡർ. ഓക്കെ, ഇനി അടുത്ത എലമെന്റ് ആണ് മെസ്സേജ്. ഓക്കെ, മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അവർക്ക് ഷെയർ ചെയ്ത ആ കണ്ടന്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? മെസ്സേജ് എന്ന് പറയുന്നത്. The second component or element of communication process is message. That is actually what is actually said or written, the body language that accompanies the words, how the message is transmitted. അതായത് നമ്മൾ എന്ത് കാര്യമാണ് അവിടെ മറ്റൊരു വ്യക്തിയെ അവിടെ അറിയിച്ചത്, ആ കണ്ടന്റ് എഴുതിയോ, ബോഡി ലാംഗ്വേജിലോ, വെർബലിയോ, ഇലക്ട്രോണിക്കലോ, എനിത്തിങ്, ത്രൂ എനിത്തിങ്, സംതിങ് വുഡ് ബി ഷെയർ ടു others, അല്ലെ? ദാറ്റ് കണ്ടന്റ് ഈസ് നോൺ ആസ് മെസ്സേജസ്. Okay, for example, talking face to face with a person who more effective some intents than a telephoning or returning a message, അല്ലേ? ചിലപ്പോൾ നമുക്ക് എഴുതി അയക്കുന്നതിനേക്കാൾ, ലെറ്റർ അയക്കുന്നതിനേക്കാളും, ടെലിഫോൺ ചെയ്യുന്നതിനേക്കാളൊക്കെ എഫക്റ്റീവ് ആണ് ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുന്നത്. ബിക്കോസ് വി ആർ ഹാവിങ് സം എക്സ്പ്രഷൻസ് ഇൻ അവർ ഫേസ്, സോ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് വെരി ഫാസ്റ്റ്ലി. പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓഫൺ അപ്രോപ്രിയേറ്റ് ഫോർ ലോങ് എക്സ്പ്ലനേഷൻസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള വരുമ്പോൾ നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ് അവിടെ കൂടുതലായിട്ട് ആവശ്യം വരിക. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് ഈസ് റിസീവർ. ആരാണോ മെസ്സേജ് റിസീവ് ചെയ്തത് ആളിനെ എന്ത് പറയുന്നു? റിസീവർ എന്ന് പറയുന്നു. ദ തേർഡ് കമ്പോണന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഓക്കെ, തേർഡ് കമ്പോണന്റ് ആണ് റിസീവർ എന്ന് പറയുന്നത്. അതായത് ആരാണ്? Who is listening this message, that person is known as receiver. Who must listen, observe and attend, that who is receiving that message, that person is known as a receiver. And what he will do, അയാൾക്ക് കിട്ടുന്ന ആ മെസ്സേജിനെ
ഡീകോഡ് ചെയ്യുന്നു. കാരണം ചിലപ്പോൾ ഒരു പേപ്പറിൽ റിട്ടേൺ ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചില ആക്ഷൻസ് ആയിരിക്കാം, ചില സിമ്പിൾസ് ആയിരിക്കാം, എന്ത് തന്നെയായാലും അതിനെ അയാൾ എന്ത് ചെയ്യും, അയാളുടെ സെൻസസ് ഉപയോഗിച്ച്, കണ്ണ്, കാത്, ചെവി, മണം, ത്വക്ക്, ഇങ്ങനെ കുറേ സെൻസസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഇൻഫോർമേഷനെ കൺവേർട്ട് ചെയ്ത് നമ്മുടെ മനസ്സിൽ നമ്മളത് നോളജ് ആക്കി മാറ്റുന്നു. ടു ഡു അത് ആ ഒരു പ്രോസസ്സിനെ, കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ എന്ത് പറയുന്നു, ഡീകോഡിങ് എന്നാണ് പറയുന്നത്. ഡീകോഡ് ചെയ്യുക, അതായത് നമുക്കൊരു റിട്ടേൺ മെസ്സേജ് കിട്ടുന്നു, ഇംഗ്ലീഷിലുള്ള ഒരു മെസ്സേജ് കിട്ടുന്നു, നമ്മളത് വായിച്ച് നമ്മുടെ ലാംഗ്വേജിലോട്ട് നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നു. അതിനെയാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഡീകോഡിങ് ആൻഡ് എൻകോഡിങ്? എൻകോഡിങ് മീൻസ് ഇഫ് ഐ വോണ്ട് ടു സെൻഡ് സം മെസ്സേജസ് ടു യു പീപ്പിൾ, ഐ വിൽ മേക്ക് എ നോട്ട് in a language which is understandable for you people. അല്ലെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലോട്ട് ഞാനത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇംഗ്ലീഷിലെ മെസ്സേജസ് വായിച്ച്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണോ മെസ്സേജ് വരുന്നത്, നിങ്ങൾ ആ മെസ്സേജിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഓൺ ലാംഗ്വേജിലോട്ട് നിങ്ങൾ അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. Next, last element of communication is response. Response means once the receiver receives message, something they have to respond, whether they understood, if they have some clarification, any doubt, whether it is a useful or not useful, like that they have to give response. That is known as response, or it is otherwise called as feedback. Okay, the receiver sending a message to സെൻഡർ, അതായത് മെസ്സേജ് സ്വീകരിച്ച ആൾ തിരികെ സെൻഡറിന് ഒരു മെസ്സേജ്, ഒരു റെസ്പോൺസ് അയക്കുന്നു. അതിന് ചിലപ്പോൾ അത് വെർബൽ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നോൺ വെർബൽ ആയിരിക്കാം, ചിലപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നതാകാം, ചിലപ്പോൾ ഒരു സിമ്പിൾ ആകാം, അല്ലെ, എന്ത് തന്നെ ആയാലും അത് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, റെസ്പോൺസ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറഞ്ഞ സെൻഡറും റിസീവറും മെസ്സേജും റെസ്പോൺസും ആണ്. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പിക്ചറൊക്കെ ഇട്ട്, ജസ്റ്റ് ഇതിൻ്റെ തൊട്ട് മുന്നേ കണ്ട നിങ്ങൾ ഈ പിക്ചറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് തന്നെയായാലും ഇത് തന്നെയാണ് നിങ്ങളവിടെ പറയേണ്ടത്. ഇനി നമുക്ക് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. നമ്മൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷനാണ്. നമുക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോട്ടിലോട്ട് പോകാം. ഇവിടെ ഈ പിക്ചർ ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആകും. ദിസ് ഈസ് സെൻഡർ, ദിസ് ഈസ് മെസ്സേജ് ആൻഡ് ദിസ് ഈസ് റിസീവർ. ഓക്കെ, മെസ്സേജ് സെൻഡ് ചെയ്യുന്ന മീഡിയം ഇലക്ട്രോണിക്കലിയോ ടെലിഫോണോ പേപ്പറോ പെൻ ആൻഡ് പേപ്പറോ, വാട്ട് മീഡിയം വി ആർ യൂസിങ്, ദാറ്റ് ഈസ് നോൺ ആസ് ചാനൽ. ഹിയർ സെൻഡർ മെസ്സേജിനെ എൻകോഡ് ചെയ്ത് ചാനലിലൂടെ എന്ത് ചെയ്യുന്നു, റിസീവറിന് അയച്ചു കൊടുക്കുന്നു. റിസീവർ അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുന്നു. അതിനുശേഷം റിസീവർ അവിടെ ഫീഡ്ബാക്ക് സെൻഡറിന് അയക്കുന്നു. ഇതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാമാണ് ഇതിൻ്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, റെഫറൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. റെഫറൻറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ വരാം. അതായത് ഒരു സെൻഡർ ഒരു മെസ്സേജ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അയാൾ അതിന് കാരണമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. ആ എന്ത് കാര്യമാണോ അവിടെ ആ ഒരു വ്യക്തിയെ കൊണ്ട് ആ ഒരു ഇൻഫർമേഷൻ മറ്റൊരു വ്യക്തിക്ക് ഷെയർ ചെയ്യാൻ തോന്നിപ്പിച്ചത്, ആ ഒരു സ്റ്റിമുലേഷനെ അതിനാണ് എന്ത് പറയുന്നത്, റെഫറൻറ്റ് എന്ന് പറയുന്നത്. സം സൗണ്ട്, because of some pressures, because of some situations, because of some environment, because of some order, because of emotions, something will be there, right? Because of that only I am sharing some information to some other person. That motivation or some stimulation, there is a reason behind the message, sending messages, or reason behind communication, that is known as referent. Because of this referent, sender is sending message to receiver through channel and receiver sending a feedback to sender. These are the elements of process. Okay, understood? Referent, sender, message, channel, receiver, feedback. പിന്നെ ഇതിനകത്ത് നടക്കുന്ന രണ്ട് പ്രോസസ്സുകളാണ് എൻകോഡിങ്ങും ഡീകോഡിങ്ങും. എന്താണ് എൻകോഡിങ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെ, സ്യൂട്ടബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സെൻഡർ ഈസ് കൺവേർട്ടിങ് messages to suitable form, that is encoding. When receiver receiving the message will be decoding and understanding the meaning. That process is known as decoding. Clear? Same നേരത്തെ കാണിച്ചത് തന്നെയാണ്. സോഴ്സ് അല്ലെങ്കിൽ സെൻഡർ എൻകോഡ് ചെയ്ത് മെസ്സേജസ് ഡീകോഡ് ചെയ്ത് പിന്നെ റിസീവർ റിസീവ് ചെയ്യുന്നു. അവിടെ നിന്ന് റെസ്പോൺസ് ഫീഡ്ബാക്ക് ആയിട്ട് തിരിച്ച് സെൻഡറിൽ എത്തിച്ചേരുന്നു. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ
പ്രോസസ്സ് അല്ലെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇതും കൂടി രണ്ടും മിക്സ് ചെയ്തു, കാരണം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് തന്നെ പറയുന്നത്. ബോറടിക്കേണ്ട, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഐ ഫിനിഷ്ഡ് അല്ലേ എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇടാൻ ശ്രമിക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.